ഹായ്, ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ടേസ്റ്റി ഹരിയാലി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എത്ര കഴിച്ചാലും മതിയാവാത്ത നാവിൽ കൊതിയൂറുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഹരിയാലി ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുക്കറിലിട്ട് ഒറ്റ വിസിൽ കൊടുത്താൽ മതിയാവും. ഈ ചിക്കൻ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി കൂടി ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, ഏകദേശം ഒരു 10 കാഷ്യൂനട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കൂടി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പൂ, 4-5 കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ഈ ഗ്രീൻ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് നന്നായി പിടിച്ചു കിട്ടും. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കുറുകി തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. കാണാനിപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള നമ്മുടെ ഹരിയാലി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.